UDF സ്ഥാനാർത്ഥിക്ക് മികച്ച ഭൂരിപക്ഷം നൽകുന്ന ബൂത്ത് കമ്മിറ്റിക്ക് പാരിതോഷികമായി പണം ഓഫർ ചെയ്ത ലീഗ്. താനൂരിൽ PK നവാസിന് 300 വോട്ട് ലീഡ് നൽകുന്ന ബൂത്തുകൾക്ക് 10,000 രൂപയും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ബൂത്തിന് 25,000 രൂപയുമാണ് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ ഓഫർ. യൂനിസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. യൂനിസ്, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ വയ്ക്കുന്നത് മുസ്ലിം ലീഗ്? ജിംസ്, ആദ്യമായി അല്ല മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ഓഫർ വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് തവനൂരിൽ മറ്റൊരു ഓഫർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ CP ബാവ ഹാജി നൽകിയത് വിദേശയാത്രയാണ്. VS ജോയ്ക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് വിദേശയാത്രയാണ് ഓഫർ ചെയ്തത്. അതിന് പിന്നാലെ വലിയ വിവാദമായി, വലിയ പ്രതിഷേധം വന്നു. LDF പരാതി നൽകി. അപ്പോൾ CP ബാവക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യം അതിനുശേഷമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ താനൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുത്തുക്കോയ തങ്ങളെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. പ്രഖ്യാപനത്തിൽ പ്രധാനമായി പറയുന്നത് UDF സ്ഥാനാർത്ഥിയായ PK നവാസിന് ഭൂരിപക്ഷം നൽകുന്ന 300 ഭൂരിപക്ഷം നൽകുന്ന ബൂത്തുകൾക്ക് 10,000 രൂപ വെച്ച് മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 25,000 രൂപയും, അതോടൊപ്പം തന്നെ രണ്ടാമതെത്തുന്ന ബൂത്ത് കമ്മിറ്റിക്ക് 15,000 രൂപയും, മൂന്നാമതെത്തുന്ന ബൂത്ത് കമ്മിറ്റി 10,000 രൂപ ഉൾപ്പെടെ UDF മണ്ഡലം കമ്മിറ്റി നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഏതായാലും വലിയ വിവാദമായിരിക്കുകയാണ്. ഇപ്പോൾ LDF പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ LDF പറയുന്നത്. ഏതായാലും പെരുമാറ്റച്ചട്ട ലംഘനമുണ്ട് എന്നതാണ് ഇപ്പോൾ LDF മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരു പണം ഓഫർ ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്നുള്ള ഒരു ആരോപണമാണ് LDF ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ UDFന്റെ ഒരു വിശദീകരണം, അതൊരിക്കലും ഒരു വോട്ട് സ്വാധീനിക്കാനുള്ള ഒരു കാര്യമല്ല. പ്രധാനമായി ബൂത്ത് കമ്മിറ്റികൾക്ക് അവർക്കൊരു പ്രോത്സാഹനം നൽകുകയാണ്, കൂടുതൽ സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു പ്രോത്സാഹനം നൽകുകയാണ്. ഒരു വ്യക്തികൾക്കോ മറ്റു ആളുകൾക്കോ ഉള്ള ഒരു പണം ഓഫറല്ല, ഒരു കമ്മിറ്റിക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനമാണ്. അതിൽ യാതൊരുവിധ പെരുമാറ്റച്ചട്ട ലംഘനമില്ല എന്നാണ് UDFന്റെ വിശദീകരണം. ഏതായാലും LDF ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അജീൻസ്. ശരി യൂനിസ്.